മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിച്ചതിന് പിന്നാലെ വമ്പൻ നീക്കങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തകൃതിയായി നടക്കുകയുമാണ്. എന്നാൽ ഇന്ത്യ ഒരു നല്ല കേൾവിക്കാരനായി തുടരുകയാണ്. കാരണം മാലദ്വീപിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ഗുണകരമാകുന്ന ചൈനയ്ക്ക് തിരിച്ചടിയാകുന്ന തന്ത്രമാകും മോദി പയറ്റുക എന്നത് വ്യക്തമാണ്. മാലദ്വീപ് പ്രസിഡന്റിന് ഇനി തിരിച്ചറിവിന്റെ കാലങ്ങളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ മോദിയുടെ കാലുപിടിച്ചല്ലാതെ മാലദ്വീപിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. പ്രസിഡന്റ് മൊയ്സുവിന്റെ ഡൽഹി സന്ദർശനത്തെക്കുറിച്ച് കാര്യമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലെ കാരണം ഇതാണ്. മാലദ്വീപ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നല്ല ബന്ധം ഉണ്ടാകണം, അതുണ്ടായാൽ മാത്രമേ ഒരു നിലനിൽപ്പുള്ളൂ എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ഇന്ത്യയിലേക്ക് എത്താതെ ചൈന സന്ദർശിക്കുവാനുള്ള പ്രസിഡന്റ് മൊയ്സുവിന്റെ നീക്കത്തെ മാലദ്വീപ് വിദേശകാര്യമന്ത്രി ന്യായീകരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട ന്യൂഡൽഹിയുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഇരുപക്ഷത്തിന്റെയും സൗകര്യം കണക്കിലെടുത്ത് അതിൽ കാലതാമസം വരികയായിരുന്നു. എന്നാൽ ഇത് ഇന്ത്യ മുഖവിലേക്ക് എടുത്തിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കുവാനുള്ള നീക്കങ്ങൾ ഫലം കാണുമെന്നാണ് മാലദ്വീപ് വിദേശകാര്യമന്ത്രി പങ്കുവച്ച പ്രതീക്ഷ. ജനുവരി 8 മുതൽ 12 വരെയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈന സന്ദർശിച്ചത്. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷമുള്ള തന്റെ ആദ്യ സന്ദർശനത്തെയാണ് ഇത് അടയാളപ്പെടുത്തിയത്. മാലദ്വീപ് ഇന്ത്യ അവഗണിച്ചത് എന്ത് എന്നൊരു ചോദ്യം അന്നു തൊട്ടേ ഉയർന്നിരുന്നു. ചൈനയുമായിട്ട് സൈനിക ഉടമ്പടി ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ കടാശ്വാസ നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് അദ്ദേഹം ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വികസിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യങ്ങളുടെയും പരസ്പര സംവേദനക്ഷമതയുടെയും അടിസ്ഥാനത്തിലാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി മറുപടിയും പറഞ്ഞത്. ഇന്ത്യയുമായുള്ള തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിരോധ ബന്ധം സൈനിക ഉദ്യോഗസ്ഥർക്ക് അതീതമാണെന്നാണ് മാലദ്വീപ് മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം. ഇന്ത്യൻ മഹാസമുദ്രത്തെ സമാധാനപരമായ ഇടമാക്കുവാൻ ഇരു രാജ്യങ്ങളും, അതായത് മാലദ്വീപും ഇന്ത്യയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മാലദ്വീപ് വിദേശകാര്യമന്ത്രി മൂസ സമീർ പറഞ്ഞതും അടിവരയിടേണ്ടതുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമാധാനവും സുരക്ഷയും ഇന്ത്യക്കും മാലദ്വീപിനും പ്രധാനമാണത്രേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തെ ഒരു സമാധാനപരമായ ഇടമാക്കി മാറ്റുവാൻ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ്. മുഹമ്മദ് മൊയ്സുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയോട് ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാലദ്വീപിന് വികസന സഹായം നൽകുന്ന പ്രധാന ദാതാവാണ് ഇന്ത്യ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ജയശങ്കർ പറയുന്നുണ്ട്. കാരണം ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു നീക്കം മാലദ്വീപിനില്ല. ഇന്ത്യയോട് മാലദ്വീപ് കാണിക്കുന്ന വിവേചനം അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ മാലദ്വീപിന് തന്നെ വിനയാകുമെന്നാണ് ഇന്ത്യ ഇപ്പോഴും പറഞ്ഞു വെക്കുന്ന കാര്യം. ഇന്ത്യയുടെ പദ്ധതികൾ മാലദ്വീപ് എന്ന രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ജീവിത നിലവാരം അവിടെ ഉയർത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, സാമൂഹിക സംരംഭങ്ങൾ മുതൽ ആരോഗ്യ സൗകര്യങ്ങൾ വരെ അത് നീളുന്നുണ്ട്. മാലദ്വീപിന് വേണ്ടിയുള്ള നിരവധി അവസരങ്ങളിൽ ഇന്ത്യയുടെ സഹകരണം വലിയ രീതിയിലായിരുന്നു. ഇന്ത്യ പങ്കുവച്ച പ്രവർത്തനങ്ങൾ, അതുപോലെ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ, ശേഷി വർദ്ധിപ്പിക്കുക, പരിശീലനം, ഇവയുടെയൊക്കെ ഇന്ത്യ ചെയ്തിട്ടുള്ള സംഭാവനകൾ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. മാലദ്വീപിന്റെ സുരക്ഷയും ക്ഷേമവും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് വെറുതെയല്ല. അപ്പോൾ അടുപ്പമുള്ള അയൽക്കാർ എന്ന നിലയിൽ ഉഭയകക്ഷി ബന്ധങ്ങളുടെ വികസനം വ്യക്തമായും പരസ്പര താൽപര്യങ്ങളിലും പരസ്പര സംവേദനക്ഷമതയിലും അധിഷ്ഠിതമാണെന്നാണ് ജയശങ്കർ പറഞ്ഞു വെക്കുന്നത്. ലോകം ഇന്ന് അത്യന്തം അസ്ഥിരവും അനിശ്ചിതവുമായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജയശങ്കർ പറഞ്ഞ കാര്യം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ സഹായം എങ്ങനെയായിരുന്നുവെന്ന്, അയൽ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ സമീപനം എങ്ങനെയായിരുന്നുവെന്ന്. അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അയൽക്കാരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു വലിയ മൂല്യമാണ് ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത്. ഈ വർഷം തന്നെ ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉയർന്നു വരുന്ന സമുദ്ര വെല്ലുവിളികൾ തിരിച്ചറിയുന്നതിനായിട്ട് വലിയ നീക്കങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ, മാലദ്വീപ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ 4 ദിവസത്തെ ഒരു ത്രിരാഷ്ട്ര അഭ്യാസം ദോസ്തി 16 എന്ന പേരിൽ നടത്തിയിരുന്നു ഈ അടുത്ത്. അതിൽ ബംഗ്ലാദേശ് നിരീക്ഷകനായി പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വികസിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താൽപര്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കും, സമാധാനപരമായ ബന്ധങ്ങളിലായിരിക്കും. അത് എസ് ജയശങ്കർ എടുത്തു പറഞ്ഞത് വെറുതെയല്ല. എന്തായാലും മാലദ്വീപിന് ഇപ്പോൾ നിന്നു പോകണമെങ്കിൽ ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ. ഇന്ത്യയെ സംയമനത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. എന്നാൽ മാലദ്വീപിന്റെ ചൈന ഇഷ്ടം അല്ലെങ്കിൽ ചൈനയോടുള്ള ഒരു പിന്തുണ അത് എപ്പോഴും പരിശോധന വിധേയമാണ്. മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചാലും ഇന്ത്യയുടെ നീക്കങ്ങൾ കൃത്യമായ ജാഗ്രതയോടെ തന്നെ ആയിരിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം.